നമസ്കാരം. പ്രണവത്തിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് പ്രശസ്ത ജ്യോതിഷാചാര്യൻ ശ്രീ സുഭാഷ് തന്ത്രികളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഈ വഴിപാടുകളെ കുറിച്ചാണ്. ഒരുപാട് വഴിപാടുകൾ പലപ്പോഴും ക്ഷേത്രങ്ങളിൽ പുതിയ പുതിയ വഴിപാടുകൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് പോലെ സംശയിക്കപ്പെടുന്നു. അത്രയധികം വഴിപാടുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം വഴിപാടുകൾ ഓരോ ആവശ്യങ്ങൾക്ക്, ഓരോ ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്ക് എന്നൊക്കെ നമ്മൾ പറയപ്പെടുന്നത്, ഇതിൻ്റെയൊക്കെ ഒരു യാഥാർത്ഥ്യം എന്താണ്? ഇത്തരം വഴിപാടുകൾ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ഓരോ വ്യക്തിക്കും ഗുണങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഇത്തരം കാര്യങ്ങളൊന്ന് സംസാരിക്കാമോ? ഈ വഴിപാടുകൾ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ ഇപ്പോൾ ഏത് ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാലും മുമ്പ് ഒരു 1/2 മീറ്റർ ഉണ്ടായിരുന്ന വഴിപാട് പട്ടിക ഇപ്പോൾ 1 മീറ്ററിന് മേലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് പുതിയ പുതിയ ആചാര്യന്മാർ ഈ ക്ഷേത്ര സംബന്ധമായിട്ടും പുതിയ പുതിയ വഴിപാടുകൾ കണ്ടുപിടിക്കുന്നുണ്ട്. അവർ അതങ്ങനെ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ സംഭവിക്കുന്നത് നമ്മളൊരു പുഷ്പാഞ്ജലി കഴിച്ചാൽ നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കുക, ഒരു വഴിപാട് ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യം കാര്യം. ഇപ്പോൾ പല പുഷ്പാഞ്ജലികൾക്കൊക്കെ അതിൻ്റെ സൈഡിൽ ഒരു ഫലം ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിരുന്നാലും എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു പുഷ്പാഞ്ജലി എന്നാൽ ഒരു സാധാരണ വഴിപാടാണ്. അതായത് 3 രൂപ അല്ലെങ്കിൽ 5 രൂപ 10 രൂപ എടുത്ത് ചെയ്യുന്നൊരു പുഷ്പാഞ്ജലിക്ക് 7 ദിവസമാണ് അതിൻ്റെ ഫലം. ആ 7 ദിവസം ഫലം എന്ന ഒരു നേരിയ ഫലം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിനേക്കാളും നമുക്ക് ഗുണം കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ദേവൻ, അവിടെ കൂടിയിരിക്കുന്ന ദേവൻ ആരാണോ ആ ദേവന് അതിന് ഇഷ്ടപ്പെട്ട നിവേദ്യമാണ് അതിൻ്റെ പ്രധാന വഴിപാട്. അപ്പോൾ ആ നിവേദ്യം കൊടുത്തിട്ടാണ് നമ്മൾ ഇന്ന കാര്യം നമുക്ക് സാധിക്കണമെന്ന് വിചാരിച്ചാൽ തീർച്ചയായിട്ടും അതിനേക്കാളും കുറെ കൂടി ബലം കൂടിയ രീതിയിൽ നമുക്ക് അതിൻ്റെ ഫലം ഉണ്ടാവും. ഇത് തന്നെ നിവേദ്യം കഴിക്കുമ്പോൾ. അപ്പോൾ ഇത് തന്നെ നിവേദ്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ നിവേദ്യം എന്ന് പറയുമ്പോൾ കൂട്ടുപായസമുണ്ട്, കടുംപായസമുണ്ട്. അപ്പോൾ പല ഭക്തരും ചെയ്യുന്നത് കൂട്ടുപായസത്തിനെ കൊടുക്കും. കാരണം കൂട്ടുപായസമാണെങ്കിൽ 40 രൂപയും കടുംപായസമാണെങ്കിൽ 200 രൂപയും. അപ്പോൾ ആ 200 രൂപ മുടക്കാനുള്ള മടി കൊണ്ട് വഴിപാട് ആവുകയും ചെയ്തു, പൈസ കുറച്ച് മതി എന്നുള്ള രീതിയിലേക്ക്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കൂട്ടുപായസം എന്ന് പറയുന്നത് ഒരു സാധാരണ ചെറിയൊരു വഴിപാടാണ്. അതിന് അതിൻ്റേതായ ഒരു ഫലം ഉണ്ടാവുകയുള്ളൂ. ഇത് തന്നെ കടുംപായസമാണ് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായും അതിന് വലിയൊരു ഫലം ഉണ്ടാവും. അതേപോലെ ക്ഷേത്രങ്ങളിൽ ചുറ്റുവിളക്കാണ് നടത്തുന്നതെങ്കിൽ നമ്മളെല്ലാവരും അറിയപ്പെടണം, ആ രീതിയിലേക്കാണ് ചുറ്റുവിളക്കെല്ലാം കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചുറ്റുവിളക്ക് നടത്തുമ്പോൾ അതിന് അതിൻ്റേതായ ഒരു ഫലം ഉണ്ടാവും. അപ്പോൾ വഴിപാടുകൾ, പിന്നെ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്ന പൂജാരിമാർ അവരും ഈ ഭക്തന് ഇത് ഗുണപ്രദമായിട്ട് വരണം എന്നുള്ള മനസ്സോടുകൂടി ചെയ്താൽ മാത്രമേ ഇത് ഫലിക്കുകയുള്ളൂ. അതും ഇതേ തന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ പല ക്ഷേത്രങ്ങളിലും ഇപ്പോൾ ചില പൂജാരിമാർ അവരുടെ ഭാര്യയുടെ അച്ഛൻ മരിച്ചാൽ അല്ലെങ്കിൽ അമ്മ മരിച്ചാൽ ഈ പൂജാരിയുടെ ഭാര്യയ്ക്ക് വേറെ സമുദായമായതുകൊണ്ട് അല്ലെങ്കിൽ ഉയർന്ന സമുദായമായതുകൊണ്ട് അവരുടെ സമ്പ്രദായം അനുസരിച്ച് 3 ദിവസമേ വാലായ്മയുള്ളൂ, ഉപ്പ് വില എന്ന് പറയുന്ന ഒരു വില മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീയുമായിട്ട് വീട്ടിൽ ഒരുമിച്ച് താമസിക്കുകയും 3 ദിവസത്തെ വില കഴിഞ്ഞിട്ട് മറ്റുള്ള രീതിയിലുള്ള ബന്ധങ്ങളെല്ലാം സ്ഥാപിച്ച് ഇദ്ദേഹം വന്ന് പൂജ ചെയ്യുമ്പോൾ ഈ ദിവസങ്ങളിലൊന്നും ആ ക്ഷേത്ര ദേവതാ ചൈതന്യത്തിന് ഒരു ബലം ഉണ്ടാവില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ആ പൂജാതി കർമ്മം ചെയ്യുന്ന ദിവസങ്ങളിലാണ് നമ്മൾ വഴിപാട് നടത്തുന്നതെങ്കിൽ ഒരിക്കലും ഈ വഴിപാട് ഫലിക്കില്ല. അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പൂജാ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞങ്ങൾ വലിയ ഉന്നത ശ്രേണിയിലുള്ള കുലമായതുകൊണ്ട് ഞങ്ങളുടെ ഭാര്യയുടെ അച്ഛനമ്മ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 3 ദിവസം വിലയുള്ളൂ, മറ്റുള്ളവർക്കാണ് 16. ഞങ്ങൾക്കില്ല എന്ന് ഉള്ള ഒരു ധാർഷ്ട്യം, അത് പറഞ്ഞാൽ ശരിക്കും അവരുടെ ഒരു അറിവില്ലായ്മയാണ്. മനുഷ്യനോ പശുവോ, ഈ മനുഷ്യനോട് ഉപമിക്കുന്നത് പശുവിനെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ 2 സംഭവം മരിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും 16 രാത്രി തന്നെയാണ് പെല. എല്ലാവർക്കും ഏത് ജാതിയായാലും ഇത് തന്നെ. ചില മുകളിൽ, അതായത് ഈ ഉയർന്ന സമുദായങ്ങൾ എന്ന് പറയുന്നവർക്ക് പറ്റുന്നൊരു അബദ്ധം, അവർക്കെല്ലാം അമ്മ വഴിയാണ് ബന്ധം, അച്ഛൻ വഴിയില്ല. അതായത് അച്ഛൻ്റെ ചേട്ടൻ മരിച്ചാലും അവർക്ക് വാലായ്മയില്ല. അതാണ് ഞങ്ങളുടെ സമ്പ്രദായം. എന്താ കാരണം എന്ന് വെച്ചാൽ പൂർവിക കാലത്ത് ഏറ്റവും മുകളിലുണ്ട് എന്ന് പറയുന്ന സമുദായം സംബന്ധം കൂടി ഉണ്ടാകുന്ന മക്കളാണ്. അങ്ങനെ ഉണ്ടായ മക്കളുടെ പിതാവ് എന്ന് പറയുന്നത് വീട്ടിലുള്ള പിതാവല്ല പിതാവ്. അപ്പോൾ അതുകൊണ്ട് ആ വീട്ടിലുള്ള പിതാവിൻ്റെ അച്ഛൻ മരിച്ചാലും അവർക്ക് വിലയൊന്നുമില്ല, കാരണം ഒറിജിനലാണെന്നല്ല. അതേപോലെ അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ചേട്ടൻ മരിച്ചാലും എന്താ വില, അതേപോലെ സഹോദരി മരിച്ചാലും എന്താ വില. അപ്പോൾ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതെല്ലാം പൂർവിക കാലമാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിലുള്ളവരെല്ലാം അവരവരുടെ പിതാവും മാതാവും തന്നെയാണ് അവരവരുടെ വീട്ടിലുള്ളത്. തീർച്ചയായിട്ടും ഈ പിതാവ് മരിക്കുകയോ പിതാവിൻ്റെ ജ്യേഷ്ഠം മരിക്കുകയോ പിതാവിൻ്റെ സഹോദരി മരിക്കുകയോ രക്തബന്ധമുള്ള ആര് മരിച്ചാലും ഈ വില 16 ദിവസം ഉണ്ടാവും. അപ്പം ഞങ്ങളുടെ കുലത്തിന് അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ അത് ആര് വിധിച്ചതാ? ഈ ആചാരങ്ങളെല്ലാം വിധിച്ചതാരാ? ആചാരങ്ങളെല്ലാം വിധിച്ചത് മനുഷ്യരാണ്. അത് ഏറ്റവും കൂടുതൽ വിധിച്ചതാരാ? ഏറ്റവും കൂടുതൽ വിധിച്ചത് ഏറ്റവും കൂടുതൽ മുകളിൽ നിൽക്കുന്ന പൂജാതി കർമ്മം ചെയ്യണം, മറ്റുള്ളവരെ മുഴുവൻ അടിമകളാക്കണം എന്നുള്ളൊരു വിഭാഗമാണ് ഇതെല്ലാം വിധിച്ചത്. അപ്പോൾ കഥകളിലെല്ലാം ആ വിഭാഗത്തിൻ്റെ കഥകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ആ വിഭാഗം വിധിച്ച കഥകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള വഴിപാട്, ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ റെസീറ്റ് എഴുതാൻ നിൽക്കുന്ന ആൾ
ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ചേട്ടൻ മരിച്ചിട്ടാണ് റെസിറ്റ് എഴുതുന്നതെങ്കിൽ അല്ലെങ്കിൽ പൂജാദ്രവ്യങ്ങൾ വാങ്ങിയിട്ട് ശ്രീകോവിലേക്ക് വെക്കുന്നതെങ്കിൽ അദ്ദേഹം ഇരുന്ന് അന്ന് ചെയ്യുന്ന ദിവസം ഒന്നും ഈ വഴിപാട് ഫലിക്കില്ല. അപ്പോൾ നമ്മൾ അന്ന് ചെന്നപ്പോൾ വഴിപാട് ഫലിച്ചു, ഇപ്പോൾ ഫലിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം ക്ഷേത്ര ചൈതന്യത്തിൻ്റെ പ്രശ്നമല്ല, ഈ ഇടയ്ക്ക് നിൽക്കുന്ന ആളുകളുടെ പ്രശ്നമാണ്. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞ് മാറുന്നവരുണ്ട്. അതായത് എനിക്ക് ഇങ്ങനെ ഒരു മരണം സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ ഈ ആചാരം എങ്ങനെയാണെങ്കിൽ പോലും ഞാൻ അതുകൊണ്ട് ക്ഷേത്രത്തിൽ പോവില്ല എന്ന് നിഷ്കർഷ പാലിക്കുന്നവരുണ്ട്. അപ്പോൾ ഇത് വിവരമില്ലാതെ നടക്കുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഈ ഭക്തന് ഗുണം കിട്ടണം എന്നുള്ള രീതിയിൽ ചെയ്യുന്നവരെല്ലാം തീർച്ചയായിട്ടും ഗുണപ്രദമായിട്ട്, അതായത് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അപരനും സുഖത്തിനായി വരയണം എന്നുള്ള ചിന്തയിൽ ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഞാനായിട്ട് മറ്റവനൊരു ദോഷം വരരുത്, എനിക്കിതൊക്കെ സമ്പ്രദായം എങ്ങനെയാണെങ്കിൽ പോലും ഗുണം വരണമെന്ന് ചിന്തിക്കുന്ന പൂജാരിമാരുമുണ്ട്, എഴുതാനിരിക്കുന്നവരുമുണ്ട്. അങ്ങനെ ഇരിക്കുന്നിടത്താണെങ്കിൽ ഈ വഴിപാട് ഫലത്തിന് തടസ്സം ഉണ്ടാവില്ല. ഇത് തന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പറയാറുണ്ട്, പല എപ്പിസോഡിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എത്ര ഗതിയില്ലാതെ വരുന്ന ഒരാളായാലും നമ്മൾ രക്ഷപ്പെടുത്തും. ആ ധാർഷ്ട്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ചിലരൊക്കെ വിളിച്ചു ചോദിക്കാറുണ്ട്, ഞങ്ങൾക്ക് ഒരു നിവൃത്തിയിൽ എന്തെങ്കിലും ചെയ്തു തരുമോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു അത്രയ്ക്ക് നിവൃത്തിയില്ലാതെയാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പുതിയ മൺകലം അല്ലെങ്കിൽ മൺകുടം വാങ്ങുക. അത് വാങ്ങിയിട്ട് അതിൻ്റെ അകത്ത് ഒരു കുടം വെള്ളം സന്ധ്യയ്ക്ക് കിണറിൽ നിന്ന് കോരി വയ്ക്കുക. സന്ധ്യ ഇരുട്ടുന്നതിന് മുമ്പ് കോരി അവനവൻ്റെ ഉമ്മറത്ത് വരാന്തയിൽ വെക്കുക. വെച്ചതിന് ശേഷം പിറ്റേ ദിവസം മിറ്റടിച്ചതിന് ശേഷം ആ വെള്ളം, ഈ വെള്ളം വയ്ക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കണം, എൻ്റെ പരദേവതയെ, എൻ്റെ ധർമ്മദേവത, എനിക്കൊരു നിവൃത്തിയിൽ എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് ഈ വെള്ളം ഉമ്മർത്ത് വയ്ക്കുന്നതെങ്കിൽ, എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഈ വെള്ളം മിറ്റടിച്ചതിന് ശേഷം തളിച്ച് അങ്ങനെ 41 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കുടുംബത്തിൻ്റെ ഒരു മാറ്റം സംഭവിക്കും. അപ്പോൾ അങ്ങനെ മാറ്റം സംഭവിക്കുന്ന ഒരാളാണ് നമ്മളിലേക്ക് വരുന്നതെങ്കിൽ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾ 18 ചെറുനാരങ്ങ വാഴനാരിൽ കോർത്ത് 3 ദിവസം അടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൽ ഗണപതിക്ക് നാരങ്ങാമാല ഹാരമായിട്ട് കൊടുക്കുകയും 3 ദിവസം സാധാ ഗണപതി ഹോമം നടത്തുകയും ചെയ്താൽ തീർച്ചയായിട്ടും അടുത്ത ഒരു സമ്പത്തിലേക്ക്, അടുത്ത സ്റ്റേജിലേക്ക് കയറും. അപ്പോൾ ആ സ്റ്റേജിലേക്ക് കയറി കഴിഞ്ഞാൽ ഞങ്ങളിവിടെ ഗണപതി ഏലസ് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് ചെറിയൊരു എമൗണ്ടിന്. ആ ഏലസ് ധരിച്ച് പിന്നീട് ഞങ്ങൾക്ക് പൂജാതി കർമ്മമൊക്കെ ചെയ്ത് ദോഷം മാറ്റാനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ചെയ്തു കഴിഞ്ഞാൽ ആ പൂജയിലേക്കൊക്കെ വന്ന് ഒത്തിരി പേര് അങ്ങനെ പോയി രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ് ഫലിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ചിലർ ഗണപതിക്ക് നാരങ്ങാമാലയും കൊണ്ട് ചെല്ലുമ്പോൾ ക്ഷേത്രത്തിലെ പൂജാരി പറയും ഇതിവിടെ നിഷിദ്ധമാണ്, ഈ സമ്പ്രദായം കേരളത്തിലില്ല, തമിഴ്നാട്ടിലേ ഉള്ളൂ. അപ്പോൾ ഈ വിദ്വാനോട് ആരാ പറഞ്ഞ തമിഴ്നാട്ടിൽ ഇങ്ങനെ നാരങ്ങാമാല ഗണപതിക്ക് ചാർത്തുണ്ടെന്ന്? അതായത് അയാളുടെ അറിവില്ലായ്മയാണ്. ഈ തമിഴ്നാട്ടിലൊന്നും നാരങ്ങാമാല ഗണപതിക്ക് ചാർത്തുന്നില്ല, അവിടെയും ഇവിടുത്തെ പോലെ കറുക തന്നെയാണ്. പിന്നെ തമിഴ്നാട് ക്ഷേത്രങ്ങളിലൊക്കെ ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവിടെ പൂജാരിമാരൊന്നും ക്ഷേത്രങ്ങളിൽ അധികം ഉണ്ടാവില്ല. അവിടെയൊക്കെ അവരവർ തന്നെയാണ് പൂജ കഴിക്കുന്നത്. അതായത് നിവേദ്യം കൊണ്ടുവയ്ക്കുന്നു, ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു, അതൊരു കറുകമാല അവർ തന്നെ കൊണ്ടിടുകയാണ്. അല്ലാതെ ഇവിടുത്തെ പോലെ ഈ തന്ത്രി അല്ലെങ്കിൽ പൂജാരി കർമ്മം ചെയ്യുന്ന ക്ഷേത്രങ്ങൾ അവിടെ കുറവാണ്. അപ്പോൾ അവിടെയൊക്കെ നേരിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അവിടങ്ങളിലും നാരങ്ങാമാലയൊന്നും തമിഴിന് ഒരിക്കലും നാരങ്ങാമാല ചാർത്തുന്നില്ല, അവിടെയും കറുക തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, കറുകയ്ക്ക് പൈസ ഒന്നും കൊടുക്കണ്ട, ഈ നാരങ്ങയ്ക്ക് പൈസ കൊടുക്കണം. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഇപ്പോഴത്തെ കാലത്ത് കറുകയൊക്കെ കിട്ടാൻ എന്ത് പാടാണ്? കറുക ഇപ്പോഴും കൃഷിയോടടുത്ത് കറുക കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ല. ടൗണിൽ ജീവിക്കുന്നവർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ടുള്ളൂ. അല്ലാത്തടത്ത് നാട്ടുമ്പുറങ്ങളിൽ എല്ലായിടത്തും കറുകയുണ്ട്. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ, ഈ നാരങ്ങാമാല നിഷിദ്ധം എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം, ഒന്ന് നമ്മൾ പറയുന്ന വഴിപാട് ഭക്തൻ ഭക്തിയോടുകൂടി സ്വയം കോർത്ത് കൊണ്ട് ചെല്ലണം, അവിടെയാണ് ഇതിൻ്റെ പ്രസക്തി. അപ്പോൾ ഈ ക്ഷേത്ര പൂജാരി എന്തുകൊണ്ടാണ് വേണ്ടാന്ന് പറഞ്ഞതിൻ്റെ ഒരു കാരണം, ക്ഷേത്രത്തിൽ ഒരു വർഗത്തിനെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് മാല കെട്ടാൻ. അവർ കെട്ടണ മാലയെ അവിടെ സ്വീകരിക്കുള്ളൂ, അല്ലാത്തവർ ഈ മാല കൊടുത്താൽ ക്ഷേത്രത്തിൽ സ്വീകരിക്കില്ല. അതിൻ്റെ യുക്തി എന്താണെന്ന് വെച്ചാൽ അതൊന്നും അറിയാൻ പാടില്ല. ഇതിൻ്റെ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും അറിഞ്ഞുകൂടാ, അത് മാത്രമുള്ള ഒരു ഉത്തരം. അല്ലാതെ അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ ചോദിച്ചാലൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അല്ലെങ്കിൽ കോൺട്രാക്ട് എടുത്തിട്ടുണ്ടാവും, ആരെങ്കിലും ക്ഷേത്രത്തിൽ ഈ മാല കെട്ടൊക്കെ കോൺട്രാക്ട് ഉണ്ട്, അവർ കെട്ടണം, എന്നാൽ മാത്രമേ ഭഗവാൻ സ്വീകരിക്കുള്ളൂ. അല്ലാതെ ഭക്തൻ ഭക്തിയോടുകൂടി എൻ്റെ ഈ കാര്യം സാധിച്ചു തരണേ, എനിക്കൊന്ന് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു, അതിനുള്ള ഏറ്റവും കൂടുതൽ പ്രസക്തിയുള്ളത്. അപ്പോൾ ആ മാല കൊണ്ട് ചെല്ലുമ്പോൾ ചിലർ പറയും പറ്റില്ല. ഇത് തന്നെ ചില ജില്ലകളിലൊക്കെ അവർ പറയുന്നത്, പൂജാരിമാർ പറയുന്നത്, കൊണ്ടുവരും, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇരിക്കുന്നതാണ്, തീർച്ചയായിട്ടും കൊണ്ടുവരും, ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട്. അവരാണ് ശരിക്കുള്ള പൂജാതി കർമ്മം ചെയ്യുന്നവർ. കാരണം അവർ ബോധത്തോടുകൂടി ഇരിക്കുകയാണ്. ഈ ബോധമില്ലാതെ വലിയ വിദ്വാൻ എന്ന് പറയുകയും ചെയ്യും, നിഷിദ്ധം എന്ന് പറയും. പിന്നെ ചിലയിടത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭഗവാന്റെ തങ്കകോളകയാണ്, അതിൽ ഈ ചെറുനാരങ്ങയുടെ അസിഡിക്ക് വന്നു കഴിയുമ്പോൾ തേയ്മാനം സംഭവിക്കും, അതുകൊണ്ട് വേണ്ടാന്ന് പറയുന്നവരുണ്ട്. പിന്നെ ഒന്ന് അവിടെ അയിത്തമാണ്. ഇതിൽ മെയിൻ എതിർക്കുന്നത് അയിത്തം കൊണ്ടാണ്. കാരണം അയിത്തമുള്ള ജാതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ സാധനം ഇവിടെ ഇടാൻ പറ്റില്ല. ഭഗവാന് അയിത്തമുള്ളവരുടെ മാല അങ്ങ് ഇട്ട് ഭഗവാൻ അവിടെ നിന്ന് ഓടിപ്പോവും. അപ്പോൾ അവിടെ തന്നെ സംഭവിക്കുന്ന വേറെ കാര്യം,
ഈ ശ്രീകോവിലേക്ക് നമ്മൾ പൈസ ഒക്കെ വയ്ക്കുന്ന സമയത്ത് ഇപ്പോൾ രൂപകൾ, ഇപ്പോൾ ചില്ലറ പൈസ അല്ല, നോട്ട് വയ്ക്കുന്ന സമയത്ത് അതിനൊന്നും ഒരു അയിത്തമില്ല. ഈ അയിത്തം മാറാനായിട്ട് ഇത്തിരി പുണ്യാഹം തെളിച്ച് കഴിയുമ്പോൾ ഈ അയിത്തം മാറും. അപ്പോൾ തിരിച്ച് ഇത് തന്നെ അങ്ങ് ചെയ്താൽ പോരെ. ഈ ഭക്തൻ ഭക്തിയോട് കൊണ്ടുവരുന്ന സാധനം എടുക്കുന്നതിനും ഈ പുണ്യാഹം അങ്ങ് തളിച്ചിട്ട് അങ്ങ് എടുത്തുകൂടെ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ ഇത്ര കണ്ട് വികസിച്ചു എന്ന് പറയുന്ന ഈ നവീന യുഗത്തിലും ഇപ്പോഴും ബോധമില്ലാത്ത കുറേ ജന്മങ്ങളുണ്ട്. ഈ ബോധമില്ലാത്ത ജന്മങ്ങൾക്ക് ഒരു കാലത്തും ബോധം ഉണ്ടാവാനും പോകുന്നില്ല. ഇത് ഞാൻ പറയാൻ കാരണം, എൻ്റെ അടുത്ത് ഈ അടുത്തൊരു തന്ത്രി വന്നിരുന്നു. അദ്ദേഹം ഒരു ക്ഷേത്രത്തിൻ്റെ വലിയൊരു തന്ത്രിയും ബ്രാഹ്മണ കുലത്തിൽ പിറന്ന ആളും തന്നെയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ മകൻ ശരിക്കും പറഞ്ഞാൽ മനുഷ്യത്തില്ലാത്തൊരു മനുഷ്യനാണെന്ന് പറഞ്ഞത്. മനുഷ്യത്തില്ലാത്ത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള വിക്രിയാണ് കാണിക്കണമെന്ന് അദ്ദേഹം നമ്മളോട് സംസാരിച്ചതാണ്. കാരണം പ്രോഗ്രാമൊക്കെ കാണാറുണ്ട്, വളരെ ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ മകൻ ഇതേപോലെ ഒരു മനുഷ്യത്വം, ഈ മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ അവിടെ തന്നെയാണ്. അതായത് മനുഷ്യൻ ഭക്തിയോടുകൂടി ഇങ്ങനെയുള്ള കൊണ്ടുവരുമ്പോൾ മകൻ ഇതൊന്നും സ്വീകരിക്കില്ല. അപ്പോൾ മകനാണെങ്കിൽ കല്യാണം ആയിട്ടില്ല. ഞാൻ പറഞ്ഞതെല്ലാം നമ്മൾ മാറ്റിത്തരാം, വേണമെങ്കിൽ താങ്കൾ തന്ത്രിയൊക്കെ അല്ലേ, അതുകൊണ്ട് ഇത് ചെയ്ത് മാറ്റിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. അദ്ദേഹം നമ്മുടെ മുമ്പിൽ സമ്മതിച്ചു, എനിക്കിതൊന്നും ആവാഹിച്ച് മാറ്റാനുള്ള കഴിവൊന്നുമില്ല, ഇത് അറിയാനും പാടില്ല. ക്ഷേത്രതന്ത്രിയാണ്, പൂജാതി കർമ്മമൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിൻ്റെ കാരണം നിങ്ങൾ മുമ്പ് ഒരു കിണറോ കുളമോ നികത്തിയിട്ടുണ്ട്, അതാണ് അതിൻ്റെ കാരണം. അപ്പോൾ ആൾ പറഞ്ഞു അതുണ്ട്, പക്ഷേ ഇതേവരെ ഞാൻ ഒരുപാട് ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോയി, പക്ഷെ അവരൊന്നും ഈ കാര്യമൊന്നും പറഞ്ഞില്ല. കിണറും കുളം നികത്തിയെന്ന് പറഞ്ഞ സർപ്പദോഷമാണ് ഇതിൻ്റെ കാരണം എന്നൊന്നും പറഞ്ഞില്ല. അപ്പോൾ അതേപോലെ ഈ ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ പ്രശ്നം ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ പ്രധാന കാരണം കണ്ടെത്തിയാൽ മാത്രമേ ഈ പ്രശ്നം റിവേഴ്സ് ആവുകയുള്ളൂ. അപ്പോൾ റിവേഴ്സ് ആവാത്തത് കൊണ്ടാണ് പലരും ജ്യോതിഷമൊക്കെ തട്ടിപ്പ് എന്നുള്ള രീതിയിലേക്ക് കണക്കൂട്ടി പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പൂജാരിമാർക്കും വലിയൊരു റോളുണ്ട്. അവർ ഒരു പുഷ്പാഞ്ജലി ആയാലും ഒരു നിവേദ്യമാണെങ്കിലും ഒരു ചുറ്റുവിളക്കാണ് ഇത് നടത്തുമ്പോൾ ഭക്തന് ഗുണം കിട്ടണം, ഭഗവാൻ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഫലം ഉണ്ടാവും. ആ ക്ഷേത്രത്തിൽ 10 ആൾ കൂടുതൽ വരും, പൂജാരിക്ക് ദക്ഷിണ കൂടും, സമൂഹത്തിൽ വിശ്വാസം കൂടും. അപ്പോൾ എല്ലാം അവിടെ നിന്ന് തന്നെ തുടങ്ങണം. അപ്പോൾ ഈ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം എല്ലാവരും അവരവർ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വഴിപാടുകൾക്ക് എല്ലാത്തിനും പ്രസക്തിയുണ്ട്. അങ്ങനെ അറിഞ്ഞു വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. ഏതായാലും സമയപരിമിതി മൂലം പ്രണവത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു പുതിയ വിഷയവുമായി വീണ്ടും അടുത്ത ദിവസം കാണാം. നന്ദി, നമസ്കാരം. ഇന്ന് ആങ്സൈറ്റി എന്നുള്ളതിന് പ്രായപരിധിയില്ല. വളരെ ചെറിയ കുട്ടികളിൽ നിന്നും ഏറ്റവും വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്ന ആൾക്കാർക്ക് പോലും ആങ്സൈറ്റിക്ക് ദേ ആർ പ്രൂൺ ടു ഇറ്റ്. അപ്പോൾ എന്താ, നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുക, ടെൻഷൻ അടിക്കാതിരിക്കുക. വരാനുള്ളതെല്ലാം വരും. അങ്ങനെ ടെൻഷൻ വിമുക്തമായ ഒരു നാളേക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നാളെ കാണാം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.